നമുക്ക് ആ കണ്ണൂരിലേക്ക് പോകാമല്ലേ? അജീഷ് ജയകുമാറുണ്ട്. അജീഷ് ഇരിട്ടിയിലാണുള്ളത്. ഗോപി, ഇരിട്ടിയിലാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വോട്ട് ചെയ്യുന്നതാണ്. മാത്രമല്ല ഇത്തവണ ഏറ്റവും ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ പേരാവൂർ എന്ന് പറയുന്നത്. ഇരിട്ടി ഉൾപ്പെടുന്ന പേരാവൂർ. ശൈലജ ടീച്ചറും രണ്ടുപേരും മുഖാമുഖം ഏറ്റുമുട്ടും. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് പോകാം അജീഷിലേക്ക്. അജീഷ്, പറഞ്ഞോളൂ, എങ്ങനെയായി അവിടുത്തെ വിവരങ്ങളൊക്കെ? ഇരിട്ടിയിൽ എന്താണ് നിലവിലെ സാഹചര്യം? ഗുഡ് മോർണിംഗ് അസിത ജി കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരിട്ടി സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വോട്ട് ചെയ്യാനെത്തുന്നത്. ഇവിടെ 2 ബൂത്തുകളാണുള്ളത്, 3, 4. അങ്ങനെ ഇവിടുത്തെ 4ാമത്തെ ബൂത്തിലാണ് സണ്ണി ജോസഫിന് വോട്ടുള്ളത്. 812 വോട്ടർമാരാണ് ആ ബൂത്തിലുള്ളത്. ഇവിടെ 11 പേര് നേരത്തെ ഹോം വോട്ടിംഗ് ചെയ്തിരുന്നു. ഇനി ബാക്കി 801 പേരാണ്. 11 സ്ഥാനാർത്ഥികളാണ് ഈ മണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കുന്നത്. അതിൽ സണ്ണി ജോസഫിൻ്റെ 2 അപരന്മാരും KK ശൈലജയ്ക്ക് ഒരു അപരം ഉണ്ട്. എന്തായാലും കടുത്ത മത്സരം, കേരളം ശ്രദ്ധിക്കുന്നൊരു മത്സരം നടക്കുന്ന മണ്ഡലമാണ്. ഹെവി വെയ്റ്റ് മണ്ഡലമാണ്, മത്സരം നടക്കുന്ന മണ്ഡലമാണ് പേരാവൂർ എന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ തവണ ചെറിയ ഭൂരിപക്ഷത്തിലാണ് സണ്ണി ജോസഫ് ജയിച്ച മണ്ഡലമായിരുന്നു. ഇത്തവണ KK ശൈലജ വീണ്ടും പേരാവൂരിലേക്ക് എത്തുന്നതോടെയാണ് ഇവിടെ വലിയ ശ്രദ്ധാകേന്ദ്രമായത്. എന്തായാലും മോക്ക് പോളിംഗ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഉദ്യോഗസ്ഥർ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുന്ന നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഈ 2 ബൂത്തുകളിലും വലിയ നീണ്ട നിര തന്നെ വന്നു കഴിഞ്ഞു. അടുത്തുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോൾ തന്നെ വോട്ട് ചെയ്യാനായി ക്യൂ നിൽക്കുന്നുണ്ട്. ഏതാണ്ട് 7 മണിക്ക്, കൃത്യം 7 മണിക്ക് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും. ബൂത്ത് ഏജന്റുമാരെല്ലാം എത്തിക്കഴിഞ്ഞു, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ. എന്തായാലും കേരളം ശ്രദ്ധിക്കുന്നൊരു പോരാട്ടമായി തന്നെ കണ്ണൂരിലെ പേരാവൂരിലെ മത്സരം മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കഴിഞ്ഞ 3 തവണ MLA ആയത് സണ്ണി ജോസഫ് ആയിരുന്നു. അതിനു മുൻപ് 2006 പേരാവൂരിനെ പ്രതിനിധീകരിച്ച KK ശൈലജ വീണ്ടും എത്തുന്നു. ആരോഗ്യമന്ത്രി എന്ന നിലയിലുള്ള ജനപ്രീതിയൊക്കെ നേടിയ ശേഷമാണ് അദ്ദേഹം KK ശൈലജ കണ്ണൂരിലേക്ക്, പേരാവൂരിലേക്ക് എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും ആര് ജയിക്കുമെന്നുള്ള കാര്യം അവസാന ഘട്ടം വരെയും ഒരു തീരുമാനമാകാത്ത അവസ്ഥയാണ്. അത്രയധികം ടൈറ്റ് ഫൈറ്റ് നടക്കുന്നൊരു മണ്ഡലം കൂടിയാണ് പേരാവൂർ. സ്വാഭാവികമായിട്ടും അത്രയധികം ശ്രദ്ധ ആകർഷിക്കുന്നൊരു മണ്ഡലം കൂടിയായി പേരാവൂർ മാറിക്കഴിഞ്ഞു. എന്തായാലും വലിയ ഭൂരിപക്ഷമൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇരു മുന്നണികളും. ചെറിയ മാർജിനിലെങ്കിലും ജയിച്ചു കയറാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് LDFും UDFും ഒക്കെ ഉള്ളത്. എന്തായാലും ഇവിടുത്തെ നടപടികൾ, പ്രാഥമിക നടപടികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. മോക്ക് പോളിംഗ് കഴിഞ്ഞു, അതിൻ്റെ VVPAT ഒക്കെ എണ്ണിക്കഴിഞ്ഞു. അതെല്ലാം ഉദ്യോഗസ്ഥരും എല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരും പരിശോധിച്ച് കഴിഞ്ഞു. അടുത്ത കൃത്യം 7 മണിക്ക് തന്നെ ഇവിടുത്തെ വോട്ടിംഗ് ആരംഭിച്ചു കഴിയും. എന്തായാലും 11 മണ്ഡലങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ ഉള്ളത്. അതിൽ കഴിഞ്ഞ തവണ UDFന് 2 മണ്ഡലം മാത്രമാണ് നിലനിർത്താനായത്, ഇരിക്കൂറും പേരാവൂരും. ബാക്കി 9 മണ്ഡലങ്ങൾ LDFിൻ്റെ കൈവശമാണ് ഉള്ളത്. എണ്ണം കൂട്ടാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. എന്നാൽ അതെല്ലാം പേരാവൂർ കൂടി തിരിച്ചു പിടിച്ച് UDFിൻ്റെ എണ്ണം കുറയ്ക്കാമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് LDF ഉള്ളത്. അങ്ങനെ വലിയ മത്സരം നടക്കുന്നൊരു മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തൊട്ടടുത്ത ശൈലജ ടീച്ചർ മത്സരിക്കുന്നുണ്ടെങ്കിലും അവർക്ക് മട്ടന്നൂരിലാണ് വോട്ട്. വെസ്റ്റ് പഴശ്ശി UP സ്കൂളിലാണ് അവർ വോട്ട് ചെയ്യുന്നത്. മുഖ്യമന്ത്രി 8 മണിയോടെ ധർമ്മടത്തെ പിണറായിയിലുള്ള സ്കൂളിൽ RC അമല സ്കൂളിൽ മുഖ്യമന്ത്രി വോട്ട് ചെയ്യും. അങ്ങനെ പ്രധാനപ്പെട്ട കക്ഷിയിലുള്ള സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അദ്ദേഹം മൊറാഴ സ്കൂളിലാണ് വോട്ട് ചെയ്യാൻ എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അവിടെ സ്ഥാനാർത്ഥി. PK ശ്യാമളയും അതേ സ്കൂളിൽ തന്നെയാണ് വോട്ട് ചെയ്യാനെത്തുന്നത്. ഇരുവരും ഒരുമിച്ച് വോട്ട് ചെയ്യാനെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അരോളി സ്കൂളിലാണ് EP ജയരാജൻ വോട്ട് ചെയ്യാനെത്തുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രമുഖന്മാരെല്ലാം ജില്ലയിലുണ്ട്. അവരെല്ലാവരും അതാത് സമയത്ത് വോട്ട് ചെയ്യാനെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. K സുധാകരൻ 11 മണിക്ക് കീഴുന്ന UP സ്കൂളിലായിരിക്കും വോട്ട് ചെയ്യാനെത്തുക. എന്തായാലും ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലത്തിൽ രാവിലെ തന്നെ ആളുകൾ ക്യൂ നിന്ന് തുടങ്ങി വോട്ട് ചെയ്യാൻ. 7 മണിക്ക് തന്നെ വോട്ടിംഗ് ആരംഭിക്കും. ശരി, അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഗോപി, നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ച കണ്ണൂരിൽ കാണുന്നുണ്ട്, ഇരിട്ടിയിൽ കാണുന്നുണ്ട്. അവിടെ ആളുകൾ വലിയ ക്യൂ ഇപ്പോൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് ഇനിയും അരമണിക്കൂർ ഉണ്ട് വോട്ടെടുപ്പ് ആരംഭിക്കാൻ. പക്ഷെ അതിന് മുൻപ് തന്നെ വലിയ ക്യൂ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അജീഷ് പറയുന്നത് വലിയൊരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ്. അതിന്റെ എല്ലാ പ്രതീതിയും വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുൻപേ അവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ തന്നെ ഇരിട്ടിയെ മാതൃകയാക്കി എല്ലാവരും രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തൂ. പരമാവധി നമ്മുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കൂ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.